നമ്മൾ പറയുന്നത് ബർപ്പിങ്ങിനെ കുറിച്ചാണ്. ബർപ്പിംഗ് കുട്ടികൾക്ക് തട്ടി കൊടുക്കില്ലേ, ബർപ്പിംഗ്. അപ്പം എന്തിന് ബർപ്പിംഗ് ചെയ്യണം, ഏതെല്ലാം രീതിയിൽ ബർപ്പിംഗ് ചെയ്യാം, ഏത് പ്രായം വരെ ബർപ്പിംഗ് ചെയ്യണം, എപ്പോഴും ബർപ്പിംഗ് ചെയ്യുമ്പോൾ ഗ്യാസ് പുറത്തോട്ട് വരുന്നില്ല, എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ആദ്യം എന്തിനാണ് ബർപ്പിംഗ് ചെയ്യുന്നത്? അതിന് കാരണം ഒരു കുഞ്ഞ് പാല് കുടിക്കുന്ന സമയത്ത് അകത്തോട്ട് ഗ്യാസ് പോവുക എന്നുള്ളത് വളരെ സ്വാഭാവികമാണ്. എങ്ങനെ ഗ്യാസ് പോകുന്നത്? കാരണം ആ കുഞ്ഞ് അമ്മയുടെ ബ്രസ്റ്റിൽ ആ കുട്ടിയുടെ വായ വെച്ച് കുടിക്കുമ്പോൾ ഈ രണ്ട് സൈഡിലൂടെ ഗ്യാസ് അകത്തോട്ട് പോകാൻ സാധ്യതയുണ്ട്. കാരണം കുട്ടി അത്രയും ഫോഴ്സ്ഫുൾ, വളരെ ശക്തിയായിട്ടാണ് കുട്ടി വലിക്കുന്നത്. അപ്പോൾ ആ ഒരു സക്ഷൻ എഫക്ട് കാരണം എയർ അകത്തോട്ട് പോവാം. ഇനി ആ എയർ അകത്തോട്ട് പോയാൽ എന്താ പ്രശ്നം? എയർ അകത്തോട്ട് പോയാലുള്ള പ്രശ്നം, ഒരു കുഞ്ഞിന്റെ വയറ് ഓൾറെഡി ചെറുതാണ്, അതിന്റെ പുറമെ ഈ എയറും കൂടി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ആ വയറ് വീർത്ത് ഡിസ്റ്റന്റ് ആയി കുട്ടിക്ക് പെയിൻഫുൾ സെൻസേഷൻ ഉണ്ടാവും, ഭയങ്കര കരച്ചിലായിരിക്കും, അതുപോലെ തിരിച്ച് വോമിറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആ എയറിനെ തള്ളി പുറത്താക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അങ്ങനെ ആ എയറിനെ പുറത്താക്കാനുള്ള വഴിയാണ് ബർപ്പിംഗ്. കൃത്യമാണല്ലോ. ഇനി എങ്ങനെ ബർപ്പിംഗ് ചെയ്യാം? ബർപ്പിംഗ് നമുക്ക് പൊതുവെ നമ്മൾ പാരൻസ് ചെയ്യുന്നത്, കുഞ്ഞിനെ എടുത്ത് ഉള്ളംകൈ ഇങ്ങനെ ഒരു ഹോളോ ആക്കി അവരുടെ പുറത്ത് രണ്ട് സ്കാപ്പുല എന്ന് പറഞ്ഞാൽ രണ്ട് ഈ തോള് എല്ലിന്റെ ബാക്കിലുള്ള സ്കാപ്പുല, അതിന് രണ്ടിന്റെ ഇടയ്ക്ക് ഒരു മിഡിൽ ഭാഗത്തായിട്ട് നല്ല രീതിയിൽ തട്ടി കൊടുക്കാം. അതാണ് ഏറ്റവും നല്ല വഴി ബർപ്പിംഗ് ചെയ്യാനുള്ളത്. അപ്പം അങ്ങനെ ബർപ്പിംഗ് ചെയ്യുന്ന സമയത്ത് ഈ തോളത്ത് തന്നെ പിടിക്കണം എന്നില്ല, കുഞ്ഞിനെ കയ്യിൽ ഇങ്ങനെ കൈ പിടിച്ചിട്ട് കുഞ്ഞിനെ എവിടെ വെച്ചിട്ട് തട്ടി കൊടുക്കാം, നിങ്ങളെ കാലിൽ വെച്ച് തട്ടി കൊടുക്കാം, അങ്ങനെ വ്യത്യസ്തമായ രീതികൾ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇനി ഇങ്ങനെ ചെയ്യുന്നതോടൊപ്പം കുട്ടികൾക്ക് ഗ്യാസ് കളയാനുള്ള മറ്റ് ചില വഴികളും ചില ആർട്ടിക്കിൾസിൽ പറയുന്നത്, അവരെ കിടത്തിയിട്ട് അവരെ കാല് മുകളിലോട്ടും താഴോട്ടും ഒരു സൈക്ലിംഗ് ചെയ്യുന്ന പോലെ അവരെ കാലൊന്ന് മേലോട്ടും താഴോട്ടും ആക്കി കൊടുക്കുക, അതുപോലെ അബ്ഡമനിൽ ചെറിയ മസാജ് ചെയ്യാന്നൊക്കെ ചില ആർട്ടിക്കിൾസിൽ പറയുന്നുണ്ട്. നമ്മൾ കാലങ്ങളായി ഫോളോ ചെയ്യുന്ന രീതി ഇതാണ് ഗ്യാസ് കളയാനുള്ള ബർപ്പിംഗ്. അപ്പോൾ ബർപ്പിങ്ങോടൊപ്പം ഗ്യാസ് കളയാനുള്ള മറ്റു മെത്തേഡ്സ് ആണ് കാലൊന്ന് മേലോട്ടും താഴോട്ടും ആക്കി കൊടുക്കുക, ചെറിയ മസാജുകൾ, അതോടെ വയറിനെ ഒന്ന് മസാജ് ചെയ്യുക. അത് ഇന്റർനെറ്റിൽ തപ്പിക്കഴിഞ്ഞാൽ അതിൻ്റെ നല്ല ഡെമോൺസ്ട്രേഷൻ വീഡിയോ ഒക്കെ കിട്ടും. അപ്പോൾ ബർപ്പിംഗ് എങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലായി. ഇനി ഏത് പ്രായം വരെ ബർപ്പിംഗ് ചെയ്യണം? ഇതിന് കൃത്യമായ ഗൈഡ് ലൈൻസ് എവിടെയും പറയുന്നില്ല. ഇന്ന പ്രായം വരെ നിങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ ഇന്ന പ്രായത്തിൽ നിർത്തണം എന്നുള്ളത് ഒരു സ്ഥലത്തും കൃത്യമായി പറയുന്നില്ല. മറിച്ച് ഒരു 4-5 മാസം ആവുന്ന സമയത്ത് കുഞ്ഞ് ഈ അമിതമായി എയർ അകത്തോട്ട് എടുക്കുന്ന സ്വഭാവം അതൊക്കെ മാറി തുടങ്ങും. അപ്പോൾ ഒരു 4-5 മാസമൊക്കെ ആയി നിങ്ങളെ കുട്ടി നല്ല രീതിയിൽ പാലൊക്കെ കുടിക്കുന്നുണ്ട്, പാൽ കുടിച്ചതിന് ശേഷം ഡിസ്കംഫർട്ട് ഒന്നും കാണുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 4-5 മന്തൊക്കെ ആകുമ്പോൾ നിർത്തി തുടങ്ങാം. അല്ലാണ്ട് ഇത്ര മാസത്തിലാണെന്ന് കൃത്യമായി എവിടെയും ഒരു ഗൈഡ് ലൈൻ പറയുന്നില്ല. കൃത്യമാണല്ലോ. ഈ അടുത്ത കാര്യം, നിങ്ങൾ ബർപ്പ് ചെയ്തു പക്ഷെ ഗ്യാസ് പോയില്ല, എന്ത് ചെയ്യണം? മനസ്സിലാക്കുക, എല്ലാ തവണയും ബർപ്പ് ചെയ്യുമ്പോൾ ഗ്യാസ് പുറത്തോട്ട് പോകണം നിർബന്ധമില്ല. വൈ? എന്തുകൊണ്ടാ? ഒന്ന് പ്രധാനപ്പെട്ട കാര്യം, ആ കുഞ്ഞ് ചിലപ്പോൾ ആ ഒരു ഫീഡിങ്ങിന് ശേഷം ഗ്യാസ് അകത്തോട്ട് അധികം എടുത്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കുറച്ച് ഗ്യാസ് താഴെ പോയിട്ടുണ്ടാവും, നിങ്ങൾ കണ്ടിട്ട് കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഗ്യാസ് പോകുന്നില്ല എന്നുള്ളത് ഒരു പരാതിയല്ല, ഒരു പ്രശ്നമല്ല. നിങ്ങൾ പ്രോപ്പറായി ബർപ്പ് ചെയ്യാം. എങ്ങനെ? ഈ പറഞ്ഞ മെത്തേഡ് വഴി എത്ര സമയത്തോട്ട്? 5 അല്ലെങ്കിൽ 10 മിനിറ്റ്സ് ഒക്കെയാണ് IAP പറയുന്നത്. പക്ഷെ നിങ്ങളെ കുട്ടി നല്ല രീതിയിൽ ഗ്യാസ് പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നിർത്താം. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് എങ്കിലും തട്ടി കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് കുഞ്ഞിനെ കൊണ്ട് കിടത്തുക. ഇനി അങ്ങനെ കുട്ടി ബർപ്പ് ചെയ്യുന്ന സമയത്ത് ഗ്യാസ് പുറത്തോട്ട് പോയില്ല, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ആ കുഞ്ഞിനെ നിങ്ങൾ ഒരു 5 അല്ലെങ്കിൽ 10 മിനിറ്റ് ബർപ്പ് ചെയ്തിട്ട് കൊണ്ട് വെച്ച് നോക്കുക. എന്നിട്ട് ആ കുഞ്ഞിൻ്റെ റെസ്പോൺസ് നോക്കുക. ആ കുഞ്ഞ് കംഫർട്ടബിൾ ആണ്, വളരെ കംഫർട്ടബിൾ ആണ്, സ്ലീപ്പ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കളിക്കുന്നുണ്ട്. വിച്ച് മീൻസ് അയാളുടെ ആ കുഞ്ഞിൻ്റെ ബേബിയുടെ വയറ്റിൽ ആ കുഞ്ഞിനെ ഡിസ്കംഫർട്ട് ആവുന്ന രീതിയിലുള്ള ഗ്യാസ് ഇല്ല. അപ്പോൾ ആ കുട്ടി പ്രോപ്പറായി ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന സമയത്ത് ആ കുട്ടി അധികം ഗ്യാസ് എടുക്കാത്തതുകൊണ്ടാണ് നിങ്ങൾ ബർപ്പ് ചെയ്യുമ്പോൾ ഗ്യാസ് പുറത്തോട്ട് വരാത്തതെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ആ കുട്ടിയെ വെറുതെ വിടുക. ഇനി അഥവാ നിങ്ങളെ കുട്ടി ബർപ്പ് ചെയ്തു, ഗ്യാസ് ഒന്നും പുറത്തോട്ട് പോകണം നിങ്ങൾ കേട്ടില്ല, പക്ഷെ വെക്കുന്ന സമയത്ത് ഭയങ്കര ഡിസ്കംഫർട്ട് കാണിക്കുന്നുണ്ട്, നല്ല വയറ് വീർത്തിരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വീണ്ടും എടുത്തിട്ട് വീണ്ടും റീബർപ്പ് ചെയ്യുന്നത് പരിഗണിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അവരുടെ കാല് മുകളിലോട്ടും താഴോട്ടാക്കുന്ന രീതിയിൽ ചെറിയ ഒരു ഫിസിയോ ജസ്റ്റ് ഒരു എക്സസൈസ് പോലെ ചെയ്യുക, അല്ലെങ്കിൽ വയറിൽ തടവി കൊടുക്കുക എന്നുള്ള മറ്റ് ഗ്യാസ് പുറത്ത് വരെയുള്ള സ്റ്റെപ്സ് എടുക്കുക. അത് നല്ല രീതിയിൽ ഡെമോൺസ്ട്രേഷൻ വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്, നിങ്ങളൊന്ന് സെർച്ച് ചെയ്തിട്ട് അതൊന്ന് കണ്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഗ്യാസ് പുറത്ത് പോകാത്ത കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത്. അല്ലാണ്ട് എൻ്റെ കുട്ടിക്ക് ഗ്യാസ് പോയില്ല എന്ന് വെച്ച് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. കൃത്യമാണല്ലോ. അപ്പോൾ ഇന്ന് എന്തൊക്കെ നമ്മൾ പറഞ്ഞു, എന്തൊക്കെ പഠിച്ചു, എന്തിന് ബർപ്പ് ചെയ്യണം, എങ്ങനെ ബർപ്പ് ചെയ്യണം, ഏത് പ്രായം വരെ ബർപ്പ് ചെയ്യണം, ബർപ്പ് ചെയ്തിട്ട് ഗ്യാസ് വന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, കൃത്യമാണല്ലോ. അടുത്ത ടോപ്പിക്കിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് കാണാം. അപ്പോൾ ഈ പാരന്റിംഗ് ജേർണിയുടെ ഭാഗമാകാൻ താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെച്ചോളൂ. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അടുത്ത ടോപ്പിക് വരും.